ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള ഡ്വാർഫ് പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ ചെറിയ കൈതച്ചക്ക. അപ്പോൾ ആ സംഭവം കുറച്ചുകൂടി ഒന്ന് വലുതായി കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാരണം എനിക്കിതൊക്കെ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ചെടികളോട് കൂടുതലും അടുത്തിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഈ പ്ലാന്റിനെ പറ്റി തന്നെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാക്കിൽ ഒരുത്തനോട് ചുരുണ്ട് കിടപ്പുണ്ടേ. ഇത്ര നേരം എന്നെ ഇവിടെ ഇരുന്ന് മാന്തുമായിരുന്നു പുറത്തിനിട്ട്. ഞാൻ അവിടെയായിരുന്നു മുമ്പ് നിന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കാണിച്ചായിരുന്നു. നമ്മുടെ ഡ്വാർഫ് പൈനാപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വലിയ നീളമൊന്നും വയ്ക്കുകയില്ല. സൈസൊക്കെ നമ്മുടെ ഒരു ചൂണ്ടുവിരലിൻ്റെ പകുതിയൊക്കെ കാണുള്ളൂ. നമ്മുടെ ചെറുവിരലിൻ്റെ അത്രയും പോലും വയ്ക്കുമെന്ന് ഡൗട്ടാണ്. ഉണ്ടോ, ഇപ്പം തന്നെ നോക്കുമ്പോൾ അതിൻ്റെ സൈസ് കാണാം. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറേ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വിരിയുന്നാന്ന് തോന്നുന്നു. എനിക്ക് പൈനാപ്പിളിനെ പറ്റി വലിയ പിടുത്തമില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ചുവട്ടിൽ കാണുന്ന ചെറിയൊരു പച്ചപ്പ് കണ്ടോ, അതൊരു പുതിയൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ആ മുകളിലുള്ള പ്ലാന്റും വളരും, ഈ ഒരു പ്ലാന്റും വളരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 2-3 തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന് പൂർണ്ണമായിട്ടും നമ്മൾ ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.